തെരുവുനായ ശല്യത്തിനെതിരെ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലേക്ക് LDF നടത്തിയ മാർച്ച് അക്രമാസക്തമായി. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറിയ സമരക്കാർ വരാന്തയിലെ ചെടിച്ചട്ടികൾ തല്ലിത്തകർത്തു. തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പാർക്കിംഗ് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട എഴുന്നള്ളത്ത് ഇന്ന്. ആറാട്ടോടെ ഉത്സവത്തിന് നാളെ സമാപനമാകും. വാർത്തകൾ വിശദമായി. തെരുവുനായ ശല്യത്തിനെതിരെ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലേക്ക് LDF നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ഗേറ്റ് തള്ളി തുറന്ന് അകത്തു കയറിയ സമരക്കാർ വരാന്തയിലെ 6 ചെടിച്ചട്ടികൾ തല്ലിത്തകർക്കുകയും കസേര നിലത്തിട്ടടിക്കുകയും ചെയ്തു. 50ഓളം പേരാണ് പോലീസിനെ അവഗണിച്ച് ഓഫീസിലേക്ക് തള്ളിക്കയറിയത്. ചെയർമാന്റെ ചേംബറിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് നഗരസഭാ കവാടത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വിവരമറിഞ്ഞ് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി. LDF നടത്തിയ അതിക്രമത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ വാലപ്പൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മനുഷ്യർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന രീതിയിലാണ് ഇന്ന് നഗരസഭയിലെ ഒരു പ്രതിഷേധ സമരം ഇവിടെ നമ്മൾ കാണാനായിട്ടാണ് വന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്തെ പൊതുമുതലൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജീവനക്കാരെയും ഇവിടെ വന്നിട്ടുള്ള പൊതുജനങ്ങളെയും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ, ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ, ഇവിടുത്തെ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ മൃഗീയമായിട്ടുള്ള ഒരു പ്രതിഷേധ മുറയാണ് ഇന്നിപ്പോൾ ഇവിടെ കാണാനായിട്ടാണ് വന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ അതിൻ്റെതായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പാർക്കിംഗ് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. തൃശൂർ കോർപ്പറേഷന് ഏറ്റവുമധികം വരുമാനം ലഭിക്കുന്ന നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അണ്ടർഗ്രൌണ്ടിലെ പാർക്കിംഗ് ഏരിയയിൽ സെപ്റ്റിക് മാലിന്യം അടക്കമുള്ള മലിനജലവും അഴുക്കും കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്നത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ശുചീകരണ തൊഴിലാളികൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. കെട്ടിക്കിടന്ന മലിനജലം പമ്പ് ചെയ്ത് നീക്കി ശുചീകരിച്ചു. ഇതോടെ പ്രദേശത്തെ ദുർഗന്ധത്തിന് താൽക്കാലിക പരിഹാരമായി. എന്നാൽ ബിൽഡിംഗിന്റെ ശോചനീയാവസ്ഥയും പാർക്കിംഗ് പ്രശ്നവും പരിഹരിക്കാനുള്ള നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട എഴുന്നള്ളത്ത് ഇന്ന്. ക്ഷേത്രഗോപുരം വിട്ട് ഭഗവാൻ ഉത്സവത്തോടനുബന്ധിച്ച് ആദ്യമായി പുറത്തേക്ക് ഇറങ്ങുന്നത് പള്ളിവേട്ടയ്ക്കാണ്. കിഴക്കേ ഗോപുരനടയിൽ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും. അത്താഴപൂജയ്ക്ക് ആവാഹിച്ചെഴുന്നള്ളിച്ച് ശ്രീഭൂതബലി കഴിഞ്ഞാൽ കൊടിമരച്ചുവട്ടിൽ വെച്ച് ദേവന്റെ അനുവാദം വാങ്ങി പള്ളിവേട്ടയ്ക്ക് പാണികൊട്ടും. പള്ളിവേട്ട എഴുന്നള്ളത്തിന് മുന്നോടിയായി ചമയങ്ങളില്ലാത്ത ആനയെ മുമ്പിൽ നടത്തും. കിഴക്കേ പള്ളിവേട്ട ആൽത്തറയ്ക്കലാണ് നടക്കുന്നത്. പന്നിയുടെ കോലം കെട്ടി ഉണ്ടാക്കി അതിൽ അമ്പെയ്ത് കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. മുളയത്ത് നായർക്കാണ് അമ്പെയ്യാനുള്ള അവകാശം. കൊറ്റായിൽ നായർ പന്നിയെ ചുമക്കും. തിരിച്ചെഴുന്നള്ളത്തിനോടനുബന്ധിച്ച് പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവ നടക്കും. നാളെ ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിലെ ഈ വർഷത്തെ അവസാന ശിവേലി നടന്നു. വൻ ഭക്തജന തിരക്കാണ് ശിവേലി ദർശിക്കാൻ അനുഭവപ്പെട്ടത്. ശിവേലി അവസാനിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് 8 ദിനരാത്രങ്ങളിലായി നടക്കുന്ന പഞ്ചാരിമേളത്തിനും പരിസമാപ്തിയാകും. രാവിലെ നടന്ന ശിവേലിക്ക് കുട്ടൻകുളങ്ങര അർജുനൻ തിടമ്പേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിലായിരുന്നു പഞ്ചാരിമേളം അരങ്ങേറിയത്. രാത്രി ക്ഷേത്രത്തിൽ പള്ളിവേട്ട ചടങ്ങ് നടക്കും. മഴയ്ക്ക്
മഴയ്ക്ക് മുന്നേ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിക്കില്ല. തൃശൂർ കുന്നംകുളം റൂട്ടിൽ യാത്ര കൂടുതൽ ദുസ്സഹമാകും. നിലവിൽ ഈ റൂട്ടിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. പുഴയ്ക്കലിലും പൂങ്കുന്നത്തുമാണ് ഏറെ കുരുക്ക് അനുഭവപ്പെടുന്നത്. ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായിട്ടില്ല. മഴ ശക്തമായാൽ റോഡ് സഞ്ചാരയോഗ്യമല്ലാതാകും. കുരുക്ക് നിയന്ത്രിക്കാൻ മതിയായ പോലീസിനെ നിയോഗിച്ചിട്ടില്ല. ശോഭ സിറ്റിയിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ ഈ ഭാഗത്ത് ട്രാഫിക് പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ദേശീയപാതകളിലെ കുരുക്ക് ഒഴിവാക്കാൻ കൂടുതൽ തീവണ്ടി സൗകര്യം ഒരുക്കണമെന്ന് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തൃശൂർ എറണാകുളം ദേശീയപാതയിലും സംസ്ഥാന പാതകളായ കൊടുങ്ങല്ലൂർ, ഷൊർണൂർ, കുറ്റിപ്പുറം, തൃശൂർ എന്നിവിടങ്ങളിലും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡ് ഗതാഗതത്തെ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലാക്കിയിരിക്കുകയാണ്. പണികൾ പൂർത്തിയാകാൻ നിരവധി മാസങ്ങൾ എടുത്തേക്കും. മഴക്കാലവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേനലവധിക്ക് ശേഷം തുറക്കുന്നതും നഗരത്തിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. ഈ സാഹചര്യത്തിൽ തീവണ്ടികളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന വർദ്ധിച്ച തിരക്ക് ഇനിയും കൂടാനാണ് സാധ്യത. അതിനാൽ തൃശൂർ എറണാകുളം മേഖലയിലെ തീവണ്ടി യാത്രാ സൗകര്യം അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്ന് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. കടങ്ങോട് അരിക്കാട്ടുകുണ്ടിൽ പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. അരിക്കാട്ടിൽ വിനോദിന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് തകർന്നത്. കാറ്റിൽ വീടിന് തൊട്ടടുത്ത് നിന്നിരുന്ന മരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂരയും ഒരു വശവും പൂർണ്ണമായും തകർന്നു. വീട് തീർത്തും വാസയോഗ്യമല്ലാതായി. വിനോദ് മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഇന്നലെ വിനോദ് വീട്ടിലുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് അംഗം ബീന രമേശ് സ്ഥലം സന്ദർശിച്ചു. കടലിൽ അപകടത്തിൽപ്പെട്ട അച്ഛനും മക്കൾക്കും പോലീസ് രക്ഷകരായി. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ സമ്മർ ഫെസ്റ്റ് കാണാനെത്തിയ കടലിൽ അപകടത്തിൽപ്പെട്ട അച്ഛനും മക്കൾക്കുമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും കോസ്റ്റൽ വാർഡന്റെയും സമയോചിതമായ ഇടപെടൽ തുണയായത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. അച്ഛനും 6ഉം 2ഉം വയസ്സുള്ള കുട്ടികളുമാണ് കടലിൽ ഇറങ്ങി അപകടത്തിൽപ്പെട്ടത്. ഗ്രേഡ് SI രഞ്ജിത്ത്, ASI സിന്ധു ജോസഫ്, കോസ്റ്റൽ വാർഡൻ ജോൺസൺ ആന്റണി, ഗ്രേഡ് SCPO ശരത് ബാബു, അനിൽ, CPO അൻസൽ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരത്താക്കരയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. തൈക്കാട്ടുശ്ശേരി സ്വദേശി മുണ്ടാടൻ വീട്ടിൽ ഡാനി, കണ്ണാറ സ്വദേശി കൊരടൻ വീട്ടിൽ സിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, KUTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് AK സീനത്തിന് നൽകി നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PP ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. MA ദിൽഷാദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി EV വിൻസി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് C അബ്ദുൾ റസാഖ്, സംസ്ഥാന സെക്രട്ടറി KJ ജിജി, ജില്ലാ ട്രഷറർ AG ഗാഡിന, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് K അബ്ദുൾ അസീസ്, തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് VM രജനി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിച്ചിരുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കാൻ നടപടിയായി. 110 വർഷം മുമ്പ് നിർമ്മിച്ച തകർന്നു കിടക്കുന്ന പഴയ കൊച്ചിൻ പാലമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നതിന് ഉത്തരവായിട്ടുള്ളത്. പുഴയിൽ വീണ് കിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അടിയന്തരമായി അവ നീക്കം ചെയ്യണമെന്ന് UR പ്രദീപ് MLA സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. K രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് പാലം പൊളിച്ചു നീക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 മാസം മുമ്പ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിരുന്നു. ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിബന്ധനകൾക്ക് വിധേയമായി പാലം പൊളിച്ചു നീക്കുന്നതിനായി സർക്കാർ ഉത്തരവായിരിക്കുന്നത്. പാലം പൊളിച്ചു നീക്കുന്ന പ്രവൃത്തി നിർവഹിക്കുന്നതിന്റെ ചുമതല പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നൽകിക്കൊണ്ടാണ് ഉത്തരവ്. എന്നാൽ പാലം സംരക്ഷിക്കണമെന്ന് അറിയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. വർഷം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു പാലമാണ് കൊച്ചിൻ പാലം. അതിൻ്റെ തുടക്കകാലത്ത് തന്നെ അത് തകരുമെന്ന സ്ഥിതി വന്നപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോയില്ല. ആ പിന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത്രമാത്രം തകർച്ച നേരിട്ടത്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും 100 വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ള പല സംരംഭങ്ങളും പാലങ്ങളായിക്കോട്ടെ കെട്ടിടങ്ങളായിക്കോട്ടെ അതിനൊക്കെ സംരക്ഷിക്കുന്ന സമീപനമാണ് രാജ്യത്ത് സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇങ്ങനെയുള്ള സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ 100 വർഷം കടന്നു പോകുന്ന സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്മാരകങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ട്. പഴഞ്ഞി
റോഡ് വഴി സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ദീർഘദൂര ബസ്സുകളുടെ അമിത വേഗം കാരണം പൊറുതിമുട്ടിയ നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. സംസ്ഥാന പാതയിലെ ഗതാഗത തടസ്സം മൂലം വഴിതിരിഞ്ഞുവരുന്ന വാഹനങ്ങളാണ് ഗ്രാമീണ റോഡുകളിൽ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 2 മണിക്കൂറോളം നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് ജീവനക്കാരെ താക്കീത് ചെയ്തു. സംസ്ഥാന പാത നവീകരണം നടക്കുന്നതിനാൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെ കടുത്ത ഗതാഗത കുരുക്കുണ്ട്. ഇത് മറികടക്കാൻ അക്കിക്കാവ് പഴഞ്ഞി റോഡ് വഴി പോകുന്ന ബസ്സുകൾ മറ്റ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ റോഡിലൂടെ ചീറിപ്പാഞ്ഞെത്തുന്ന ബസ്സുകൾ ചെറിയ വാഹനങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കേരള ജ്യോതിഷ പരിഷത്ത് കേന്ദ്ര സമിതിയുടെ 53ാം വാർഷിക പൊതുസമ്മേളനവും AVS പണിക്കർ സ്മാരക ദൈവജ്ഞ പുരസ്കാര സമർപ്പണവും വിവിധ പരിപാടികളോടെ തൃശൂരിൽ നടന്നു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമി ശിവാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. കേരള ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ജ്യോതിഷാചാര്യ പത്മനാഭ ശർമ്മയ്ക്ക് സ്വാമിനി ശിവാനന്ദപുരി ദൈവജ്ഞ പുരസ്കാരം സമർപ്പിച്ചു. ദേവി പ്രസാദ് തെക്കേടത്ത്, ശിവദാസ് നെല്ലങ്കര എന്നിവർക്ക് ജ്യോതിഷാചാര്യ ബിരുദദാനം സംഗീത സംവിധായകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും തിരക്കഥാകൃത്ത് SN സ്വാമിയും ചേർന്ന് നിർവഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ, ജ്യോതിഷ പരിഷത്ത് ജനറൽ സെക്രട്ടറി കോലഴി സുരേന്ദ്ര പണിക്കർ, വൈസ് പ്രസിഡന്റ് K നാരായണൻ, സെക്രട്ടറി ഉണ്ണിരാജൻ കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജ്യോതിഷ പരിഷത്ത് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. വെങ്കിടങ്ങ് സ്വദേശികളായ സഹോദരന്മാരെ കാപ്പ ചുമത്തി നാടുകടത്തി. മേച്ചേരിപ്പടി ഉള്ളന്നൂർ മന സ്വദേശികളായ മരുത് വീട്ടിൽ വിപിൻ, വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റേഞ്ച് DIGയുടെ കാപ്പ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്ക് പാവറട്ടി പോലീസ് നാടുകടത്തിയത്. ഇരുവരും പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ഷൈജു സായിറാം, KR ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP യോഗം നാട്ടിക യൂണിയൻ വനിതാ സംഘവും ബാലജന യോഗവും സംയുക്തമായി നടത്തിയ കലോത്സവം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുദീപ് അധ്യക്ഷത വഹിച്ചു. വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി സംഗീത വിശ്വനാഥിനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് മോഹനൻ കണ്ണമ്പിള്ളി, യൂണിയൻ ഭാരവാഹികളായ പ്രകാശ് കടവിൽ, ജയന്തൻ പുത്തൂർ, നാരായണദാസ്, ദീപൻ, ഗണേശൻ CS, ബിനോയ് പണപ്പറമ്പിൽ, തുഷാർ ഇല്ലിക്കൽ, നരേന്ദ്രൻ തയ്യിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ സംഘടിപ്പിച്ച ബാലവേദി ഏകദിന ക്യാമ്പ് നോവലിസ്റ്റ് VM ദേവദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് V മുരളി അധ്യക്ഷനായി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, പ്രധാനാധ്യാപിക ഷീന, ലൈബ്രറി സെക്രട്ടറി G സത്യൻ, ഗായത്രി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിനായി കുറുക്കൻപാറയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. AC മൊയ്തീൻ MLA നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. സെപ്റ്റംബറോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാനാകുമെന്ന് MLA അറിയിച്ചു. കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ കുറുക്കൻപാറയിൽ 4 ഏക്കർ സ്ഥലത്താണ് നവീന രീതിയിലുള്ള താലൂക്ക് ആസ്ഥാന മന്ദിരം പണിയുന്നത്. 37,000 ചതുരശ്ര അടിയിൽ 5 നിലകളിലാണ് താലൂക്ക് മന്ദിരം. അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായിരുന്ന ചെത്തലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തന്റെ അനുസ്മരണാർത്ഥം തയ്യാറാക്കിയ വരാഹമിഹിരൻ കഥകളിയുടെ 2ാം അരങ്ങും ഹോരശാസ്ത്ര സംവാദവും ഈ മാസം 26-ന് ഗുരുവായൂരിൽ നടക്കും. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ഹാളിൽ നടത്തുന്ന സെമിനാർ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 മുതൽ 9:30 വരെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വരാഹമിഹിരൻ കഥകളി 2ാം ഭാഗം അരങ്ങേറും. കോഴിക്കോട് കുരുവട്ടൂർ നാട്ടുകലാക്ഷേത്രത്തിലെ വിഷ്ണുപ്രിയയാണ് അവതരണം. കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയാണ് കഥകളിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ചെത്തല്ലൂർ വിജയകുമാർ ഗുപ്തൻ, മണ്ണാർക്കാട് വാമനൻ നമ്പൂതിരി, കാണിപ്പയ്യൂർ രാജഗോപാലൻ, നാഗലശ്ശേരി വേണുഗോപാൽ, ഹരിദേവ് പണിക്കർ എന്നിവർ പങ്കെടുത്തു.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം വലിയ വിളക്ക് എഴുന്നള്ളിപ്പിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. നന്ദിക്കര സ്വദേശികളായ തേവർമഠത്തിൽ വീട്ടിൽ ഗോപകുമാർ, കിഴുത്താണി വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ വലിയ വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ പ്രതികൾ മേളക്കാരെയും ഭക്തജനങ്ങളെയും ശല്യം ചെയ്യുന്നത് കണ്ട് തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഉമേഷ് കൃഷ്ണൻ, മാള പോലീസ് സ്റ്റേഷനിലെ ഹരികൃഷ്ണൻ എന്നിവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്. ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയാണ് പ്രതികളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയത്. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 22ാം സംസ്ഥാന സമ്മേളനം തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK കണ്ണൻ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ്, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ B രാഗേഷ്, കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ES സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടാണ്. പക്ഷേ എന്ന നിലയിൽ ലാഭാധിഷ്ഠിത ചിന്താഗതിയോടുകൂടിയല്ല നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയെയോ കുടിവെള്ള വിതരണത്തെയോ ഒക്കെ സമീപിച്ചിരുന്നത്. സമാന മാതൃകയിൽ സേവന മേഖലകൾ തന്നെയായിരുന്നു വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ. സഹോദരങ്ങളുടെ പുസ്തക പ്രകാശനം ഒരേ വേദിയിൽ നടന്നു. എഴുത്തുകാരിയും അധ്യാപികയുമായ റീബ പോളിന്റെയും വൈദികനായ സഹോദരൻ ഫാദർ RV കപ്പൂച്ചിന്റെയും പുസ്തകങ്ങളാണ് ചിറനല്ലൂർ കലാഗൃഹത്തിൽ പ്രകാശനം ചെയ്തത്. കവി ഡോക്ടർ C രാവുണ്ണി, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, ഫാദർ ഡോക്ടർ ജെയ്സൺ, കാളൻ കപ്പൂച്ചിൻ, ഡോക്ടർ MN വിനയകുമാർ എന്നിവർ സന്നിഹിതരായി. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ ഈ വർഷത്തെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ അർഹനായി. മലയാള സാഹിത്യ മേഖലയ്ക്ക് സുഭാഷ് ചന്ദ്രൻ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂണിൽ പുന്നയൂർകുളത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര നിർണയ കമ്മിറ്റി വൈസ് ചെയർമാനും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ CP അബൂബക്കർ, പുന്നയൂർകുളം സാഹിത്യ സമിതി പ്രസിഡന്റ് KB സുകുമാരൻ, സെക്രട്ടറി ഉമ്മർ അറക്കൽ, ജൂറി അംഗം മോഹൻ ബാബു തെക്കേപ്പാട്ട്, വൈസ് പ്രസിഡന്റ് TM ഡെറി പോൾ എന്നിവർ പങ്കെടുത്തു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,720, പവന് 69,760. വെള്ളി ഗ്രാമിന് 106, പ്ലാറ്റിനം ഗ്രാമിന് 3,401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവ് നായ ശല്യത്തിനെതിരെ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലേക്ക് LDF നടത്തിയ മാർച്ച് അക്രമാസക്തമായി. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറിയ സമരക്കാർ വരാന്തയിലെ ചെടിച്ചട്ടികൾ തല്ലിത്തകർത്തു. തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പാർക്കിംഗ് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട എഴുന്നള്ളത്ത് ഇന്ന്. ആറാട്ടോടെ ഉത്സവത്തിന് നാളെ സമാപനമാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.